ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ഏലക്കായ, ഉള്ളി, ചിക്കൻ ക്യൂബ്സ്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം, ക്യാപ്സിക്കം, ഉള്ളി, കുരുമുളക്, ഏലക്ക, പിന്നെ നമ്മുടെ പൊടികൾ, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പൊടിയും വേണം. അതുപോലെ പച്ചമുളകും, ഞാൻ വലിയ പച്ചമുളക് നോക്കിയിട്ട് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മാഗി ചിക്കൻ ക്യൂബ്സും അതുപോലെ ഒരു ശകലം ഉപ്പ് ചേർത്താൽ മതി. മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും. പിന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. ആ എണ്ണയിൽ തന്നെയാണ് അത് വേവേണ്ടതും. നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. പിന്നെ അടുത്ത പാത്രത്തിലേക്ക് നമ്മുടെ ഉണക്കനാരങ്ങ, അതേപോലെ കുരുമുളക്, ഏലക്കായ, പട്ട, ഇത്രയും ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം ഇത് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 കപ്പ് അരി ഞാൻ വേറെ മാറ്റി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചിക്കൻ വേവിക്കാൻ വെച്ച അതിന് നമ്മൾ ഒരു കയ്യിൽ അതിലത്തെ ആ വെള്ളം സ്റ്റോക്ക് അതിലേക്ക് അരി വേവിക്കാനായിട്ടുള്ളതിലേക്ക് ഒരു കയ്യിൽ ഒഴിക്കണം. പിന്നെ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലൊരു ലേശം എണ്ണ ഒഴിച്ച് നമ്മുടെ ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉള്ളി മുറിക്കുന്ന ഇടയിൽ കൈ എൻ്റെ ഒന്ന് മുറിഞ്ഞു പോയി. അപ്പോൾ അതിന് കുറച്ച് ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. 2 സവോള മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ സവോള നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് ഇടുന്നത്. മല്ലിപ്പൊടി അതിൽ തീരെ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വലിയ തക്കാളി അത് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ഇടുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇടുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ച പാത്രത്തിൽ തന്നെ എടുത്തിട്ട് കുറച്ച് സ്റ്റോക്ക് അത് മാറ്റി വയ്ക്കണം. നമ്മൾ ആ ചിക്കനൊക്കെ വെന്തതിൻ്റെ അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ വെന്ത അരി ആ ചോറ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടണം കേട്ടോ. പിന്നെ നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ മയോണൈസാണ് ഉണ്ടാക്കുന്നത്. 1 മുട്ടയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1 മുട്ടയും 2 അല്ലി വെളുത്തുള്ളി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് എണ്ണയും നാരങ്ങാനീരും. അത് ചെയ്തപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ആദ്യം മുകളിൽ മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാറ്റിയതിന് ശേഷമാണ് നന്നായിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കണമെങ്കിൽ ചിക്കൻ മാറ്റണം, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ മുകൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. അതേപോലെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മയോണൈസും അതേപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.